50,000 രൂപയ്ക്കകത്ത് ഹൈ ഗ്രാഫിക്സിൽ കിടിലമായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഗെയിമിംഗ് ലാപ്ടോപ്പാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതായത് ഈ 50,000 രൂപ എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ടൈറ്റ് ബഡ്ജറ്റാണ്. ഈ 50,000 രൂപയ്ക്ക് താഴോട്ടുള്ള ലാപ്ടോപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ്, അതായത് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഇല്ലാതെ ഈ പ്രൊസസ്സറിൻ്റെ കൂടെ തന്നെ വരുന്ന ഗ്രാഫിക് ഇട്ടിട്ടാണ് പല ലാപ്ടോപ്പുകളും വരുന്നത്. അതൊക്കെ പേരിന് ഗെയിം ഓപ്പൺ ആക്കാനും കളിക്കാനും പറ്റും, ബട്ട് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുമെന്നൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ 50,000-ൻ്റെ കൂടെ ഒരു 5,000 കൂടി ആഡ് ചെയ്ത് 55,000 രൂപയ്ക്കകത്തുള്ള ഗെയിമിംഗ് ലാപ്ടോപ്പുകളാണ്. നിങ്ങൾക്ക് എങ്ങനെ പോയാലും എവിടെന്നെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഒരു 5,000 രൂപയും കൂടി ഒപ്പിക്കാൻ പറ്റും. അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. സോ ആദ്യത്തെ നമ്മുടെ ലാപ്ടോപ്പ് Acerൻ്റെ Aspire 5. ഈ ലാപ്ടോപ്പ് ഭയങ്കര പോപ്പുലറാണ്. ഇതിനകത്ത് i5 12th Gen പ്രോസസ്സറാണ് വരുന്നത്. 16 GB റാം, 512 GB SSD, വിൻഡോസ് 11 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. 4 GB RTX 2050 ആണ് ഇതിനകത്ത് വരുന്ന ഗ്രാഫിക് കാർഡ്. ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 15.6-ൻ്റെ ഒരു ഫുൾ HD IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഇപ്പോൾ കറൻറ്റ്ലി ആമസോണിൻ്റെ അകത്ത് 51,990 രൂപയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം, എന്നാലും നിങ്ങൾക്ക് നല്ലൊരു ഡീൽ തന്നെയാണ്. ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്ന ലാപ്ടോപ്പുകളെല്ലാം ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഉള്ളതോ ആയിട്ടുള്ള ലാപ്ടോപ്പുകളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ലാപ്ടോപ്പുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബിക്കോസ് നമുക്കറിയില്ലല്ലോ, ചുമ്മാ ഈ സ്പെക്ക് വായിച്ചിട്ട് നമുക്ക് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഈ ലാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. PUBG, GTA 5, ഡോട്ട, അതുപോലെ തന്നെ വാലറന്റ്, കൗണ്ടർ സ്ട്രൈക്ക്, ഫോർട്ട്നൈറ്റ്, ലീഗ് ഓഫ് ലെജൻഡ്സ്, അല്ലെങ്കിൽ റെഡ് ഡെഡ് റിഡംഷൻ, ഫോർസ ഹൊറൈസൺ 5 ഇതേപോലുള്ള ഗെയിമുകളൊക്കെ ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് കളിക്കാൻ പറ്റും. അറൗണ്ട് ഒരു 65-70 FPS ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ആൻഡ് ഈ FPS കിട്ടുമെന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതുവരെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ റിഫ്രഷ് റേറ്റ് ബേസ് ചെയ്തിട്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 60 FPS ഉറപ്പായിട്ടും കിട്ടും. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ളത് ഈ 5,000 രൂപ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, 50,000 രൂപയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 47,990 രൂപയ്ക്ക് നിങ്ങൾക്ക് HP Victusൻ്റെ ഒരു ലാപ്ടോപ്പ് എടുക്കാൻ പറ്റും. AMD Ryzen 5 ആണ് ഇതിനകത്ത് വരുന്ന പ്രോസസ്സർ. അതുപോലെ തന്നെ 4 GB Radeon RX 6500 ആണ് ഇതിനകത്ത് വരുന്ന ഗ്രാഫിക് കാർഡ്. സോ Radeon എന്ന് പറയുന്നത് NVIDIA ഇറക്കുന്നത് പോലെ തന്നെ AMDയുടെ ഗ്രാഫിക് കാർഡാണ് റേഡിയോൺ എന്ന് പറയുന്നത്. റേഡിയോൺ ഗ്രാഫിക് കാർഡ് അത്ര മോശം ഗ്രാഫിക് കാർഡൊന്നും അല്ല. പൊതുവെ ഒരു പറച്ചിലുണ്ട്, റേഡിയോൺ ഗ്രാഫിക് കാർഡ്, റേഡിയോൺ ഗ്രാഫിക് കാർഡ്. അങ്ങനെയൊന്നും അല്ല. റേഡിയോൺ ഗ്രാഫിക് കാർഡും ഭയങ്കര നല്ല പെർഫോമൻസ് തരുന്നതാണ്. 15.6 ഇഞ്ചിൻ്റെ ഒരു IPS ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ 512 GB SSD, 8 GB ആണ് ഇതിനകത്ത് വരുന്ന റാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ AAA ടൈറ്റിൽസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിമുകൾ കളിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫോർട്ട്നൈറ്റ്, റെഡ് ഡെഡ് റിഡംഷൻ, അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ, ലെജൻസ്, യു നെയിം ഇറ്റ്, യു ക്യാൻ പ്ലേ ഇറ്റ്. സോ ഇതിനും പ്രശ്നമൊന്നുമില്ല. 50,000 രൂപയ്ക്ക് അകത്ത് മാത്രമേ വരുന്നുള്ളൂ. പിന്നീട് HP Victusൻ്റെ ഒരു പ്രശ്നമായിട്ട് പ്രശ്നമെന്ന് എടുത്തു പറയുന്നതല്ല, ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഡിസ്പ്ലേയിൽ ഭയങ്കരമായിട്ട് വെഗിളിയും. അതായത് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കീബോർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് കിടന്ന് ഇങ്ങനെ കുലുങ്ങും. അത് ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷനാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു പ്രശ്നമില്ല. അടുത്ത ലാപ്ടോപ്പ് 50,000 രൂപയ്ക്ക് മേലുള്ളതാണ്. Lenovo IdeaPad Gaming 3 എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പാണ്. AMD Ryzen 5 5600H എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്. 15.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD IPS ഡിസ്പ്ലേ വരുന്നുണ്ട്. 8 GB റാം, 512 GB SSD, 4 GB NVIDIA GTX 1650. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് മറ്റ് ലാപ്ടോപ്പുകളിൽ റിഫ്രഷ് റേറ്റ് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ ഇതിനകത്ത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. നിങ്ങൾക്ക് 120 FPS കിട്ടാം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാണ് ക്ലിയർ ആയിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഇതിനകത്ത് 1650 ആണ് ഇതിനകത്തുള്ള ഗ്രാഫിക് കാർഡ്. സോ ആ ഒരു ഗ്രാഫിക് കാർഡിൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ച് എങ്ങനെ പോയാലും ഹൈ ഗ്രാഫിക്സിൽ ഒരു 60, 70, 65 ഒരു അത്രയൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. സോ 120 Hz റിഫ്രഷ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് 120 FPS കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാൽ അറൗണ്ട് ഒരു 60-ന് മേളിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഒരു 70-75 മാക്സിമം കിട്ടും. ഇപ്പോൾ വാലറൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ 100 FPS-ന് മേളിൽ എന്തായാലും കിട്ടും. എന്നാൽ കുറച്ചുകൂടി ഗ്രാഫിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗെയിമുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 120 Hz കണ്ട ഉടനെ ചാടി കയറി വീഴരുത്. സോ ഗ്രാഫിക് കാർഡ് കുറച്ച് പഴയതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ലാപ്ടോപ്പ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. എൻ്റെ പേഴ്സണൽ സജഷനാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. 52,670 രൂപയാണ് ആമസോണിൽ ഇപ്പോൾ കറൻ്റ് പ്രൈസ് ചെയ്തിട്ടുള്ളത്. ASUS TUF Gaming F15 എന്നാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ മോഡൽ. AI പവേർഡ് ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് i5 11th Gen ആണ് ഇതിനകത്ത് കിട്ടുന്ന പ്രോസസ്സർ. 15.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD 144 Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്.
8GB റാം കിട്ടുന്നുണ്ട്, 512GB SSD, അതുപോലെ തന്നെ 4GBയുടെ RTX 2050 ആണ് ഇതിനകത്ത് കിട്ടുന്ന ഗ്രാഫിക് കാർഡ്. സോ 2050 നല്ലൊരു ഗ്രാഫിക് കാർഡ് സെലക്ഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലാപ്ടോപ്പിന് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു 100+ FPS എങ്ങനെ പോയാലും എല്ലാ ഗെയിമിലും കിട്ടാനായിട്ടുള്ള സ്കോപ്പുള്ള അല്ലെങ്കിൽ അത്രയും കാലിബർ ഉള്ള ഒരു ലാപ്ടോപ്പാണ്. അത് മാത്രമല്ല, പേഴ്സണൽ സജഷൻ ഞാൻ എന്തുകൊണ്ട് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിൽഡ് ക്വാളിറ്റി, തെർമൽസ് എല്ലാം വെച്ചിട്ട് ASUS എന്ന ബ്രാൻഡ് നല്ല രീതിക്കുള്ള ഒരു ഡിവൈസാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രാൻഡിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ലാപ്ടോപ്പിന് കുറച്ച് കേപ്പബിലിറ്റീസ് ഉണ്ട്. ഞാൻ കുറച്ചൊരു FPS കമ്പാരിസൺ അവർ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫോർസ ഹൊറൈസൺ 5 നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രാഫിക് കാർഡ് ഏതാണെന്നറിയാവോ? GTX 1650 ആണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ GTX 1650 നമുക്ക് ഫോർസ ഹൊറൈസൺ 5 കിട്ടുന്നത് 69 FPS ആണ്. എന്നാൽ നമുക്ക് RTX 2050 ഉപയോഗിക്കുന്ന സമയത്ത് 91 FPS വരെ കിട്ടുന്നുണ്ട്. RTX 2050യുടെ കൂടെ നമുക്ക് DLSS കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് 100 FPS കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു 100+ FPS കിട്ടാനായിട്ട് സ്കോപ്പ് ഉള്ള ഒരു ലാപ്ടോപ്പാണ്. എൻ്റെ പേഴ്സണൽ സജഷനുമാണ്. അടുത്ത നമ്മുടെ ലാപ്ടോപ്പ് കുറച്ചുകൂടി ലോവർ എൻഡ് ആണ്. 45,000 അതാണ് ഇതിൻ്റെ റേഞ്ച്. 45,990 റുപ്പീസാണ്. MSIയുടെ GF63 എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത്. i5 11th Gen ആണ് ഇതിനകത്ത് വരുന്ന പ്രോസസ്സർ. 40 സെൻറ്റിമീറ്ററിൻ്റെ ഫുൾ HD 144 Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 8GB റാം, 512GB SSD. ഇതിനകത്ത് വരുന്ന ഗ്രാഫിക് കാർഡ് NVIDIA GeForce GTX 1650 ആണ്. സോ 1650 ആണ് എന്നുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഓക്കെ. ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് 1650 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 45,000 താഴെ അല്ലെങ്കിൽ 45,000 പിടിക്കുന്ന സമയത്ത് നമുക്ക് GTX 1650 ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡിവൈസ് തന്നെയാണ്. വെൽ ബിൽഡ് ആയിട്ടുള്ള ഡിവൈസാണ്. നിങ്ങൾക്ക് ഭയങ്കര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. MSIയുടെ ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആഫ്റ്റർ സർവീസും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെയുണ്ട്. ഇത് ഞാൻ എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവൻ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ല രീതിക്ക് തന്നെ ഗെയിമിംഗ് പെർഫോമൻസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒരു 50,000 താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് 50,000 രൂപയ്ക്കകത്ത് വരുന്ന കുറച്ച് ബെസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ. ഇതെല്ലാം ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുള്ള മോഡലുകൾ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മോഡലുകൾ ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്നിരിക്കുകയാണ്. അല്ലാതെ ഇപ്പോൾ ആമസോണിൽ ഇഷ്ടം പോലെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് 50,000 താഴെയുള്ളത്. എല്ലാം നമുക്ക് എടുത്ത് പറഞ്ഞുതരാൻ പറ്റില്ല. ബിക്കോസ് അത് ചിലപ്പോൾ നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്ത് വാങ്ങിച്ചതിന് ശേഷം അത് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ എന്നെ വന്ന് ചീത്ത വിളിക്കും. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ പുതിയ ടെക്നോളജി അറിവുകളായിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ. ആൻഡ് ഇതെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം.